ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ഞാനൊരു ക്യാരറ്റ് പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് മുൻപ് ഞാനൊരു ക്യാരറ്റ് പോളയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേ ആണ് ഞാൻ ഇതിൽ പറഞ്ഞിരുന്നത്. ഈസി ആയിട്ട് നമുക്കൊരു ക്യാരറ്റ് പോള കഴിക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ വഴിയാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ചെയ്ത ക്യാരറ്റ് പോള എന്ന് പറഞ്ഞാൽ അത് പുഴുങ്ങി എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പോളയാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ 4 ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4 ക്യാരറ്റ് ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് ആണെങ്കിൽ 4 എടുത്താൽ മതി. കുറച്ച് വലിപ്പമുള്ള ക്യാരറ്റൊക്കെ ആണെങ്കിൽ ഒരു 3 എണ്ണം കണ്ട മതിയാവും കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് പീൽ ചെയ്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ ഇതിന് മുൻപ് ഞാനൊന്ന് ചെയ്തിട്ടുണ്ടെന്ന്. അതിൽ നിന്ന് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ പോളയാണ് കേട്ടോ ഇത്. നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്കും കൂടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരാം. ഇനി അടുത്തത് 4 ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല തിന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. എന്നാൽ നല്ല പൊടി പോലെ ആയിപ്പോവുകയും ചെയ്യരുത് കേട്ടോ. എന്നോട് ഫസ്റ്റ് എൻ്റെ എടുത്ത ഗ്രേറ്റർ നല്ല ചെറുതായി പോയിരുന്നു കേട്ടോ. ഇത് കണ്ടോ, അപ്പോഴാണ് ഞാൻ നോക്കിയത്. അന്നേരം നമ്മൾ പിന്നെ വയറ്റി വരുമ്പോഴേക്കും നന്ന ഉടഞ്ഞ പോലെ ഇപ്പോൾ എണ്ണയിലിടുമ്പോൾ കണ്ടോ ഇത്രയും പൊടി പോലെ ആയിട്ടാണ് എനിക്ക് ആദ്യത്തെ ഗ്രേറ്ററിൽ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഗ്രേറ്റർ അങ്ങ് മാറ്റിയിട്ട് കുറച്ച് വലിപ്പമുള്ള ടൈപ്പ് ഗ്രേറ്റർ ഉണ്ടല്ലോ, അതുകൊണ്ട് വേണം നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന ആ ഗ്രേറ്റർ ഉണ്ടല്ലോ അത് എടുക്കാൻ കേട്ടോ. ആ വലിപ്പമാകുമ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ ഞാൻ ചെയ്തത്. അത് നിങ്ങൾക്ക് കാണിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ആ ഡിഫറൻറ്റ് കാണിച്ചു തന്നെ കേട്ടോ. അങ്ങനെ എടുക്കരുത്. ഈ ഒരു വലിപ്പം കണ്ടോ ഇത്രയുള്ള മാക്സിമം വേണം കേട്ടോ. ഇതിലും വലുതും ആവരുത്, എന്നാൽ അതുപോലെ പൊടിയും ആയിപ്പോവരുത്. ഇനി ബാക്കിയെല്ലാം ഞാൻ ഇതേപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ. ഇതാ മുഴുവനും ഞാനിപ്പം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു വലിപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കണേ. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തത് ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം ഗീ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലാണ് നമ്മൾ കാഷ്യൂ റൈസിൻസ് ഒക്കെ വഴറ്റിയെടുക്കുന്നത്. ഇതിൽ തന്നെയാണ് ക്യാരറ്റും വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/4 കപ്പോളം റൈസിൻസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ റൈസിൻസ്. എന്നിട്ട് ഇതാ അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിന് ശേഷം കുറച്ച് കാഷ്യൂ നട്ട്സ് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. കാരണം ഇനി ഞാൻ കുറച്ച് പൊടിച്ചിട്ടും ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാഷ്യൂ നട്ട്സ്. ഇത് ഞാൻ ആ മുകൾ ഭാഗത്ത് ഒന്ന് അലങ്കരിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇത് തികച്ചും ഓപ്ഷനല്ല കേട്ടോ. ഇത് വേണം നിർബന്ധമൊന്നുമില്ല. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്താൽ ഞാൻ മതി. കാഷ്യൂ റൈസിൻസ് വറുത്തെടുത്ത ഇതേ എണ്ണയിൽ തന്നെയാണ് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിൽ ഗീയുടെ കുറവ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇതിൽ കുറച്ച് കുറവ് തോന്നിയിട്ട് ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂൺ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സായി വരുന്ന സമയത്ത് ക്യാരറ്റ് വല്ലാണ്ടങ്ങ് കുക്കായി പോവരുത്. ഒരു 1/4 വേവാകുമ്പോൾ തന്നെ ഇതിലോട്ട് മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് തുടങ്ങാം. അപ്പോൾ ഒരു 1/4 കപ്പോളം തേങ്ങ ചിരകിയതും ഇനി മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് ഇതിൽ നിന്ന് മെൽട്ടായി വരുന്ന സമയത്ത് ഇതിലോട്ട് ഞാൻ പറഞ്ഞല്ലോ കാഷ്യൂ നട്ട്സ് കുറച്ച് പൊടിച്ച് ചേർക്കുന്നുണ്ടെന്ന്. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, വല്ലാണ്ടങ്ങ് പൗഡർ ആവേണ്ട. അതിൻ്റെ അത് കുറച്ച് പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. എങ്കിലും അത് ക്രഷ് ചെയ്തിടുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിഞ്ഞതാകുമ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലെ പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ക്യാരറ്റ് ഞാൻ പറഞ്ഞതുപോലെ ഒരു 1/4 വേവാകുമ്പോൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് തുടങ്ങണം കേട്ടോ. അല്ലെ പിന്നെ വെന്തുടഞ്ഞു പോകും. ഇനി ഒന്ന് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. ഈ പാനിൽ തന്നെ കിടക്കുമ്പോൾ ചിലപ്പോൾ അത് മുരിഞ്ഞ പോലെ ആവും ആ ചൂട് കൊണ്ട് പാനിൻ്റെ. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം, തണുത്ത് വരട്ടെ. ഇനി ഒരു 5 മുട്ട മിക്സിയുടെ ജാറിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലേവറിന് വേണ്ടി 1/4 ടീസ്പൂൺ ഏലക്ക പൗഡറും 2.5 ടേബിൾ സ്പൂൺ തന്നെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മൈദപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഇനി ഇതിങ്ങനെ മിക്സിയുടെ ജാറിൽ തന്നെ അടിക്കണം എന്നില്ല കേട്ടോ. ഒരു ബൗളിൽ വെച്ചിട്ട് ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പതപ്പിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. നൊര പോലെയൊന്നും ആവണമെന്നില്ല. ഇനി ഞാൻ ക്യാരറ്റ് തണുത്ത് വന്നതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ അടിച്ചു വെച്ച മിക്സില്ലേ അതുകൂടെ ഒഴിച്ചു കൊടുക്കാം, മുട്ടയുടെ മിക്സ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മിക്സ് ചെയ്യുമ്പോഴും ക്യാരറ്റ് അടിച്ചെടുക്കരുത്. ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടെ ഏലക്ക പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഫ്ലേവർ പോരാൻ തോന്നിയതുകൊണ്ട് കേട്ടോ.
ഇപ്പോൾ ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്തെടുക്കുന്ന പോള അതിലോട്ട് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നോൺ സ്റ്റിക്ക് പാത്രം ആകുന്നത് ഏറ്റവും നല്ലത് കേട്ടോ, പോളയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ഫ്ലെയിം കൺട്രോളിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത തവയോ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് പോളയുടെ ആ പാത്രം വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒഴിക്കുന്നതിന് മുൻപായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. മുഴുവൻ ഒഴിച്ചതിന് ശേഷം ഇതൊരു സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്നിങ്ങനെ തട്ടിക്കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് തട്ടിക്കൊടുക്കണേ. എന്നിട്ട് ഞാനിതാ ബാക്കി വെച്ച കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ക്യാരറ്റ്, അതിനോട് പറയാൻ വിട്ടുപോയതാ. അത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കാഷ്യൂ റൈസിൻസ് ഇടാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ മാത്രം മതി. ഞാൻ പിന്നെ കാണാനുള്ളൊരു ഭംഗിക്ക് ഇത് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ റൈസിൻസ് ഇട്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. എനിക്കിതിങ്ങനെ കഴിക്കുന്ന സമയത്ത് ആ റൈസിൻസ് കടിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കായ്പോളയൊക്കെ ഉണ്ടാക്കുമ്പോഴും എനിക്ക് റൈസിൻസ് കടിക്കുന്നത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്കിത് താല്പര്യം ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇനി എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഗ്ലാസ്സിൽ ഇടാന്നെങ്കിൽ അതിനുള്ള ഹോൾസ് എന്തെങ്കിലും ഒരു ഫോയിൽ പേപ്പറോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടൈം കറക്റ്റ് പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു കൊള്ളി വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. നോൺ സ്റ്റിക്ക് പാനായിട്ട് വിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അതിൻ്റെ സെൻറ്റർ ഭാഗം ആയിനൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊള്ളി വെച്ചൊന്ന് കുത്തി നോക്കിയാൽ അപ്പോൾ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ അത് വെന്ത് നന്ന അർത്ഥം കേട്ടോ. അപ്പോൾ ഇനി ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മേൾഭാഗം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ പാനിലോട്ട്. ഇത് കണ്ടോ, അടിവശമൊന്നും ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ആയി വന്നില്ലേ. ഞാൻ പറഞ്ഞല്ലോ പോള എപ്പോഴും ഇതുപോലെ ഒരു ഫ്ലെയിം കൺട്രോളർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ആയി കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ നല്ല ഫ്ലെയിം താഴ്ത്തി വെച്ചിട്ട് ഈ പാൻ ഒന്ന് ചൂടായി വരുന്ന ആ ഒരു സമയം വേണ്ടു കേട്ടോ, അല്ലാണ്ട് കൂടുതൽ സമയമൊന്നും വെക്കേണ്ടയില്ല. ഓൾറെഡി ഇത് കുക്കായതാണല്ലോ. ഇനി ഞാനിതൊരു വേറൊരു പാത്രത്തിലോട്ട് ഫ്ലിപ്പ് ചെയ്തിടുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, മേൾഭാഗവും ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല തിരിച്ചിട്ടപ്പോൾ. ഞാൻ പറഞ്ഞല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോളയാണ്. ഞാൻ ആദ്യം ഉണ്ടാക്കിയ ആ പോളയിൽ നിന്നും ഈസി അല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ടേസ്റ്റ് രണ്ടും എനിക്ക് ഏതാന്ന് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു ബർഫിയൊക്കെ കഴിക്കുന്ന പോളാന്ന് പറയില്ല, അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മളില്ലേ പുഡിങ്ങിന് പകരമായിട്ട് ഒരു മധുരം കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ട് സ്ക്വയർ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ച ഒരു പുഡിങ്ങിൻ്റെ ആ ഒരു ഫീലും കിട്ടും. നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. ഞാനിതുകൊണ്ട് പിന്നീട് അത് സ്ക്വയർ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തു കേട്ടോ. ആദ്യം പോളയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെങ്കിലും പിന്നെ അത് ഞാൻ സ്ക്വയർ പീസസ് ആക്കി. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ആ റൈസിൻസ് അതിൻ്റെ മിക്സിൽ മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം എന്നില്ല. ഇതുപോലെ ഇങ്ങനെ സ്ക്വയർ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തപ്പോൾ അതൊരു പോളയാന്ന് തോന്നുന്നേ ഇല്ലല്ലോ, എന്തോ ഒരു സ്വീറ്റ്സ് പോലെ ഇല്ലേ. പക്ഷെ കാണുന്ന പോലെയല്ല, നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് എന്തായാലും ഒരു വട്ടെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും കൂടെ ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനു മുൻപ് ഞാൻ വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും അതിൻ്റെയൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് വെക്കുക. നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക്